ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പോൾ സമയം 7 മണി. ഞാൻ 6 മണിക്കാണ് എണീക്കാറ് സാധാരണ. ഇന്ന് ഭയങ്കര ലേറ്റായി, 1 അവർ ലേറ്റ് ആയിട്ടാണ് എണീറ്റത് കേട്ടോ. അപ്പോൾ ഇന്ന് കോളേജിലുള്ള ഡേ ആണ്, അപ്പോൾ അതിൻ്റെ ഒരു ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് 1K ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവരും ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് രാവിലെ എണീറ്റ് ഞാൻ കുളിച്ചു. ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് തല നനച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മെയിൽ മാത്രമേ കഴുകിയുള്ളൂ. കാര്യം തല ഉണങ്ങില്ല ഇനി നനച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ആയിട്ടില്ല കേട്ടോ. നനച്ചിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് മേക്കപ്പ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് കണ്ണിൽ ലിപ്സ്റ്റിക് ഇട്ടു, അത്രേ ഉള്ളൂ. ഞാൻ ഫുഡ് കഴിക്കുന്ന കാര്യം മറന്നുപോയി ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ. അതാണ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ കഴിച്ചിട്ടാണ് ഞാൻ ഇടാറ് കേട്ടോ. അങ്ങനെ വെള്ളം കുടിച്ചു ഇതിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദോശയും സാമ്പാർ ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ മേടിച്ചതായിരുന്നു. ഇന്നലെ അമ്മ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നും ദോശ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കിയതാണ് കേട്ടോ. അവർ ബാക്കിൽ എന്തോ വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് എന്തോ നമ്മളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മൂന്നുപേരും. അപ്പം ഉണ്ട് കേട്ടോ അപ്പുറത്ത്. ഞാനും അപ്പം കൊണ്ടിട്ടാണ് കോളേജിൽ പോകണേ. അപ്പം അമ്മയും ഞാനും അപ്പം കൊണ്ടിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് ക്വാളിറ്റി ലിപ്സ്റ്റിക് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ 8 മണിക്കാണ് ഇറങ്ങാറ്. കാര്യം 8:15 നമുക്ക് ബസ് ആക്ച്വലി. പക്ഷെ 8 മണിക്ക് ഇറങ്ങിയാലേ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടുള്ളൂ. ബസ്സിലേക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഇതാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ്. ഞങ്ങൾ ഗുരുവായൂർ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ വരെ നമ്മൾ വണ്ടിയിലാണ് പോവാറ്. അവിടെ നിന്ന് പിന്നെ ബസ് അങ്ങനെ കേട്ടോ പോവാറ് തൃശ്ശൂരിലാണ് എൻ്റെ കോളേജ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബസ് അത് കിട്ടില്ലേ എന്നുള്ളൊരു ഇതിലാണ് പോണത് കേട്ടോ, ആ ഒരു ധൃതിയിൽ. കാര്യം ആ ബസ് പോയി കഴിഞ്ഞാൽ 5 മിനിറ്റിൽ വേറെ ബസ് ഉണ്ട്. പക്ഷെ നമ്മൾ ആ ബസ്സിൽ പോയിട്ട് ആ ബസ് തന്നെ പോകാനാണ് ഒരു സുഖം. വേറെ ബസ് ഇടുമ്പോൾ നമുക്ക് ഇത്ര ഒരു ഇത് കിട്ടില്ല. എന്തായാലും നമ്മളവിടെ എത്തണത് ഇവിടുന്ന് പോകണത് 5 മിനിറ്റിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അങ്ങനെ അപ്പോൾ നമ്മളിത് ബസ്സിൽ കയറി. നമ്മൾ ഡെയിലി ഇങ്ങനെ ഒന്നിച്ചിരിക്കലൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ഫ്രണ്ടിൽ സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കും. എനിക്ക് സൈഡ് സീറ്റാണ് ഇഷ്ടം, അവിടെ ഇരിക്കാനേ എനിക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ബസ്സിൽ പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ കയറിയതും സീറ്റ് കിട്ടിയപ്പോൾ നമ്മൾ അവിടെ ഇരുന്നോട്ടെ. 2 പേർക്ക് കൊണ്ടിട്ടൊരു സീറ്റ് കിട്ടിയപ്പോൾ അതിലങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കോളേജ് എത്തിയിട്ടാ. ഇവർക്കൊന്നും ക്യാമറയിൽ വരാൻ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് കാണിക്കാത്ത കേട്ടോ. പിന്നെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ വന്നിട്ടില്ല, അതായിരുന്നു അവസ്ഥ. പിന്നെ നമ്മൾ 9:30 കഴിഞ്ഞിട്ടാണ് കോളേജിൽ എത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ഓർമ്മയില്ല ടൈം. 9:30 നമ്മുടെ ക്ലാസ്. നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല ക്ലാസ്സിൽ, ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 3 പേര് മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതേ ക്ലാസ് C4 ആണ് കേട്ടോ ക്ലാസ് നമ്മുടെ. അപ്പോൾ നമ്മളൊരു 3-4 പേരൊക്കെ എത്തിയപ്പോൾ നമ്മൾ കയറി. കുറച്ച് പേര് നമ്മളിതേ കയറണു, 2 പേര് ഇറങ്ങി പോകണു. അതൊക്കെയാണ് അവസ്ഥ. പിന്നെ ഇതേ ബ്രേക്കായപ്പോൾ ഇവരെല്ലാവരും, ഇല്ലെങ്കിൽ ഒറ്റ എണ്ണത്തിൻ്റെ ക്ലാസ്സിൽ കാണില്ല, അവരൊക്കെ പുറത്ത് പോകുന്ന ടീംസാണ്. പക്ഷെ ഇന്നത്തെ PUBG കളിക്കാൻ വേണ്ടി എല്ലാം കൂടെ ഇരുന്നിട്ടുണ്ട്. വീഡിയോ കേട്ടോ. അല്ല, നമ്മളടുത്ത മാസമായിരുന്നു നമ്മുടെ കണക്കിന് തരാം. അതെ, ഞാൻ ഓഗസ്റ്റ് 1 എന്ന് പറഞ്ഞോളൂ. ഓഗസ്റ്റ് ഇല്ല, സെപ്റ്റംബർ ആയിരുന്നു. അങ്ങനെ എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോകാൻ കേട്ടോ. നമുക്ക് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ, 1:30 വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് എല്ലാവരും താഴെ വരുന്നവരെ നമ്മളെ മുന്നേ ഇറങ്ങിയ ആൾക്കാരൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അങ്ങനെ അവരൊക്കെ വന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് പോവാം കേട്ടോ. പിന്നെ കുറേ നേരം എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ കോളേജിൽ. ഒന്നാമത് കുറച്ചൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ കാണിക്കാൻ വേണ്ടി അവിടെ ഒന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ 2 അവേഴ്സ്, 2 അവറില്ല 4 അവേഴ്സേ ഉള്ളൂ. പിന്നെ ഒരു ബ്രേക്കിലുണ്ടായത് കണ്ടില്ലേ, കളി തന്നെ ഇരുന്നു. അവർ PUBG കളിയായിരുന്നു ബോയ്സ് എല്ലാവരും. നമ്മൾ പിന്നെ ഗേൾസിൽ 2-3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഫോണിൽ നോക്കി ഇങ്ങനെ ഇരിക്കും, അതാണ് പണി കേട്ടോ. അങ്ങനെ ഞാനിത് ഇവിടെ ഫ്ലാറ്റ് എത്തി കേട്ടോ. ഫ്ലാറ്റിലൊരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ എത്തും കേട്ടോ. അങ്ങനെ നമ്മളിത് റൂമിൽ പോവാണ്. ബാക്കി അവിടെ എത്തിയിട്ട് കാണാം.
ഇരുന്ന പോലെ അല്ലേ? പിന്നെ ഞാനിതേ വന്നിട്ട് ഡ്രസ്സ് മാറും കേട്ടോ. ഡ്രസ്സ് മാറിയിട്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും. കാര്യം ഇത് വീഡിയോയ്ക്ക് കൊണ്ട് ചെയ്യുന്നല്ല കേട്ടോ, ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. കാര്യം ഇങ്ങനെ വെട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ജട പിടിക്കും മുടിയിൽ. അപ്പോൾ ഞാൻ വന്നതും നല്ല ഇപ്പോൾ പുറത്തു പോയി വരാണെങ്കിൽ കൂടി തന്നെ മുടി വന്നതും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് മേലേക്ക് പിടിച്ച് കെട്ടി വയ്ക്കും. അങ്ങനെ ഈ ഹെയർ ബൺ ഇല്ലാതെ മുടി കെട്ടാൻ പറ്റില്ല കേട്ടോ എനിക്ക്. കാര്യം അങ്ങനെ ഒതുങ്ങി നിൽക്കില്ല എന്നല്ല, തീരെ പറ്റില്ല കെട്ടാൻ. അതാണ് ഒതുങ്ങി നിൽക്കില്ല എന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാനിത് പോണിടയിലൊക്കെ കെട്ടിയിരിക്കുകയാണ്. അതുപോലെ ഈ കമ്മലൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇട്ടത്. വ്ളോഗ് എടുക്കുന്നതുകൊണ്ടാണ് ഇട്ടത്. അല്ലെങ്കിൽ വന്നത് ഞാൻ കമ്മലൊക്കെ ഉരുക്കി, കമ്മലാണെന്ന് എനിക്ക് തീരെ ഇഷ്ടമല്ലേ. അപ്പം അങ്ങനെ കേട്ടോ. വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് മേക്കപ്പ്, കമ്മൽ, മാല, വള ഒന്നും ഞാൻ ഇടാറുന്നില്ല. പിന്നെ മേക്കപ്പ് സാധനങ്ങൾ അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊന്നും ഇടാറില്ല. പിന്നെ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ടാണ് ഇട്ടത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ബിക്കോസ് ഇത് മഴയൊക്കെ ആയതുകൊണ്ടാണ് മൊത്തം തുണികൾ ഇങ്ങനെ അലമ്പായിട്ട് ഇട്ടേക്കണം കേട്ടോ. ഹേ ഗായ്സ്, അയ്യോ ഇപ്പം എന്തിനാ ഹേ ഗായ്സ് പറഞ്ഞത് എനിക്കറിയില്ല, വെറുതെ പറയാൻ തോന്നിയപ്പോൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കെ, രാവിലെ ഇവിടെ ദോശയായിരുന്നു കണ്ടുല്ലോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ബാക്കി ഉണ്ടെങ്കിൽ എടുത്ത് വെക്കണേന്ന്. അപ്പോൾ ഒരു ദോശയുടെ പകുതി ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് അത് കഴിക്കാം. പിന്നെ ഞാൻ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനില്ലേ അമ്മ ഒന്ന് സൗണ്ട് കുറച്ചേ, ടിവിയുടെ കുറക്കി. അപ്പോൾ ഞാൻ തൃശ്ശൂർ രാവിലെ എത്തിയപ്പോൾ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കുറേ ഉപ്പിലിട്ട് നെല്ലിക്ക കഴിച്ചിട്ട് കുറേ ആയി. മാങ്ങ ഒക്കെ കഴിക്കലുണ്ട്, പക്ഷെ നെല്ലിക്ക കഴിച്ചിട്ട് കുറേ ആയി. തരാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ സ്ക്രീനിൽ നോക്കിയിട്ട് സംസാരിക്കുമെന്ന് വിചാരിക്കല്ലേ. അപ്പം ഈ സംഭവം ഇല്ലേ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ മേടിച്ചാലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ മേടിച്ചതാട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി സത്യം. പിന്നെ കോളേജ് എത്തിയിട്ട് പിന്നെ ഓർത്തത് വീഡിയോ എടുക്കണ കേസ്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് ഒരെണ്ണം അമ്മയ്ക്കും ഒരെണ്ണം ഞാനും കഴിക്കാം. അപ്പു വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് 1:30 വരെ ക്ലാസ് ഉള്ളൂ. അപ്പൂന് 2:30 വരെ ക്ലാസ് ഉണ്ട്. അവൻ എക്സ്ട്രാ ക്ലാസ്. സോ അവ എത്തിയിട്ടില്ല, ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇങ്ങനെ മുടിയൊക്കെ ഇവിടെ എണിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് എന്തായാലും ഇത് പൊളിക്കാം. വലുതെനിക്ക് അമ്മയ്ക്ക് വേണം കഴിച്ചോ. ഒന്നോടെ പറഞ്ഞേ, അമ്മയ്ക്ക് വേണം കഴിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ. എരിവുണ്ട്. അത് കഴിച്ചോ, അല്ല ഇത് കഴിച്ചോ. മുളകിന്റെ ഞാൻ കുടിച്ചു, അത് കളയല്ലേ ഏട്ടാ. വെള്ളം കുടിക്കുന്നതാ. കളയത് മേടിക്കാം. ഞാൻ മേടിക്കാം. അത്രേ ഉള്ളോ? ഒരെണ്ണത്തിന് 5 രൂപ. ഞാനിത് അയ്യോ വെള്ളം ഇത്തിരി താഴെ പോയി. ഞാനിത് കുറച്ചെണ്ണം കഴിക്കുള്ളൂ. കാരണം എന്തറിയോ, നല്ല എരിവ്. ഞാൻ രാവിലെ ഒരു ദോശ കഴിച്ചിട്ട് പിന്നെ വിശന്നിട്ട് വയ്യ. ഇപ്പൊ വെറും വയറ്റിൽ കഴിക്കുമ്പോഴേ, അല്ല വെറും വയറല്ല പറഞ്ഞു വന്നത്, അത് കഴിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് വയറിന്. സോ ഗൈസ്, ഇതെന്റെ പുതിയ കുപ്പി. ഞാൻ കാണിക്കാൻ വേണ്ടി വെച്ചതല്ല, പക്ഷെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. ഓക്കെ, ഇതിലെന്തായാലും മസാല ബോണ്ട, മുട്ട ബജിയ. മസാല ബോണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് വേണ അമ്മ പരിപ്പോട കഴിച്ചു, അപ്പൊ എനിക്ക് ഇത് മേടിച്ചു. ഇവര് പുറത്ത് പോയിക്കായിരുന്നു. വീഡിയോയിൽ വാ. ഈ സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നത് ആ കർട്ടൻ ഇടാത്തോണ്ടാട്ടോ. അവിടെ രാവിലെ അല്ലേ, പിന്നെ കർട്ടൻ ഇട്ടാ ഞാൻ ഫുള്ള്
ഡാർക്ക് ആവൂലേ? ഇരുട്ടാവും, അതുകൊണ്ട് കേട്ടോ. ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. ഇത് കണ്ട മസാല ബോണ്ട്. ഇത് ഇങ്ങനെ കടിച്ച് കഴിച്ച് ഇവിടെയൊക്കെ പോകും. നമുക്ക് പൊട്ടിച്ച് കഴിക്കാം. ഓക്കെ, ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. ഇതിന് ചമ്മന്തി ഒന്നുമില്ലേ? ചമ്മന്തി ഒന്നുമില്ല, ചൂടൊന്നുമില്ല കേട്ടാ. 3 അല്ല 4 6 9 പേരുണ്ടായിരുന്നല്ലോ. അടിപൊളി ദോശയും സാമ്പാറും. ഹലോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടോ നമ്മള്. ഇനിയില്ലേ ഒരു സംഭവം കൂടെ ഉണ്ട്. മാങ്ങയില്ലേ, മാങ്ങ, അടിപൊളി മാങ്ങ കൊടുത്തിട്ടുണ്ട്. മിനിഞ്ഞാന്ന് കൊടുന്നതാണ്. അത് ഇന്നലെ കഴിക്കാൻ ഞാൻ മറന്നു. അപ്പം അമ്മ ഇപ്പോൾ ഓർമ്മിപ്പിച്ചു എനിക്ക് കഴിക്കെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് നോക്കട്ടെ. ഇന്നലെ നോക്കിയപ്പോൾ ഭയങ്കര കളറായിരുന്നു കേട്ടോ, മഞ്ഞ കളറിൽ മാങ്ങ. പിന്നെ പഴുത്ത മാങ്ങ പച്ച കളറിലിരിക്കും. ബുദ്ധി കൂടി പോയിൻ്റെ ഓരോ കുഴപ്പങ്ങളെ. നമുക്ക് മാങ്ങ കഴിക്കാൻ പോവാം. ഓക്കെ, നശാവാതിരുന്നാൽ മതിയായിരുന്നു മാങ്ങ. ചിലപ്പോൾ അങ്ങനെ നല്ല പഴുത്തത് എടുത്തു കഴിഞ്ഞാൽ പുഴുണ്ടാവും. അമ്മ ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഇപ്പം പറഞ്ഞത് ചിലത് നമ്മളിങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കൂലേ, ഉള്ളിൽ പുഴുണ്ടാവും. ഇത് പുഴുവില്ലാത്തതാണെന്ന് നമുക്ക് വിശ്വസിച്ചിട്ട് നോക്കാം. എവിടെയാ? ഇവിടെ ഉണ്ട് കേട്ടാ. നല്ലതാണോ? ഈ കവറിലാണ് മാങ്ങ ഉള്ളത്. നമുക്ക് നോക്കാട്ടാ. ഇത് ചീത്തയേതാ തോന്നണം. ഇത് 3 നല്ലതാന്ന് തോന്നണം. നമുക്ക് എടുത്തു നോക്കാം. നാശായി എന്ന് പറഞ്ഞില്ലേ ഒരു മാങ്ങ, അത് എടുക്കണില്ല കേട്ടാ. ബാക്കിയുള്ളത് നോക്കാം. അയ്യേ, ഇതൊക്കെ നാശായതാ. ഇത് നാശായതല്ല, പക്ഷെ ഭയങ്കര പിളി ഇത് കണ്ടാ. തൊടുമ്പളേക്ക് ഇങ്ങനെ അമരണം കണ്ടാ. എനിക്ക് വേണ്ട, കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ വേണം എനിക്ക് കഴിക്കും. ഇതും പിളിയാ. ഇതാണ് പറഞ്ഞില്ലേ, കൊതിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല എനിക്കത്. ഓക്കെ, വേണ്ട, ഇങ്ങനെ ഇഷ്ടമല്ല എനിക്ക്. ജസ്റ്റ് പഴുത്തതൊക്കെ ഇഷ്ടമല്ലോ. ഇതും സത്യം പറഞ്ഞാൽ 4 മാങ്ങയുണ്ട്, ഒക്കെ നാശമായതാ ഗൈസ്. ഇത് പിളിപിളിയില്ല കേട്ടാ. ഇത്ര പഴുപ്പാണ് എനിക്ക് ഇഷ്ടം കണ്ട. പക്ഷെ ഇത് കാണുമ്പോഴേക്ക് തിന്നാൻ തോന്നണില്ല. അതൊന്നും നമുക്ക് കഴിക്കണ്ട. തിരിച്ചു വയ്ക്കാം, ബാക്കി വേണ്ട. തിരിച്ചു കൊണ്ട് വയ്ക്കാം, അത് നടക്കുള്ളൂ. ബിക്കോസ് എനിക്ക് ഇങ്ങനെ പിളിപിളി ആയത് ഇഷ്ടമില്ല കഴിക്കാൻ. ഇത്തിരി ഇങ്ങനെ കടിക്കണം, അത് മധുരം ഉണ്ടാവണം. അതാണ് എൻ്റെ ടേസ്റ്റ്, മനസ്സിലായോ? ഈ സൈഡിലത്തെ 2 മുടീനെ ഞാൻ എന്തെങ്കിലും ചെയ്യും. അപ്പം നല്ല ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല ഈ മുടിയുള്ളതുകൊണ്ട്. ഇന്നിങ്ങനെ നിൽക്കും രണ്ടും, മനസ്സിലായില്ലേ? വേറെ എന്തെങ്കിലും തിന്നണ്ട നോക്കാം. ഞാൻ എത്ര കഴിച്ചാലും എനിക്ക് പിന്നെ വിശക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് അതങ്ങനത്തെ ഒരു അസുഖമാണ്. സീരിയസ് ആയിട്ട് ഞാൻ തമാശ പറയല്ല. എന്തിൻ്റെ കുറവമ്മ? പിന്നെ വിശക്കണത് എന്തിൻ്റെ കുറവാ? എന്തോ ഷുഗറിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് എനിക്ക്. അപ്പം എനിക്ക് എന്ത് കഴിച്ചാലും വയറെന്നറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സീരിയസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കണേ. എന്ത് കഴിച്ചാലും പിന്നെയും കഴിക്കണം. അങ്ങനത്തെ ഒരു അസുഖമുണ്ട്. അച്ഛൻ കുറച്ച് സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ വന്ന ദിവസം തന്നെ എടുത്ത് കഴിക്കണതെല്ലാം ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. നമുക്ക് അതൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം. ഫസ്റ്റ് ഉള്ളത് വേണ്ട, ആനന്ദ് ഭവനിൽ ഇതാണ് കേട്ടോ, സ്വീറ്റ്സ് ആണ്. ഇത് ഫോക്കസ് ആവുന്നില്ല. ഇത് കഴിച്ചു. ഇതിലെന്താന്നുള്ളത് എനിക്ക് അറിയാം, പക്ഷെ നമുക്ക് കഴിക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, കഴിച്ചല്ലോ. ഹായ്, ഈ ഒരു കട്ടയാണ് ബാക്കിയുള്ളത്. നമുക്കിത് കുറച്ചെടുത്ത് കഴിച്ചു നോക്കാം. ഭയങ്കര നെയ്യിൻ്റെ മണം വരുന്നുണ്ട്. നല്ലതാണ്.
പക്ഷെ ഭയങ്കര നെയ്യിൻ്റെ ടേസ്റ്റ് വരിക. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ തോന്നില്ല. ഇപ്പം കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ പറഞ്ഞത്. കുറച്ചും ചിലപ്പോൾ തോന്നുമ്പോൾ ഞാൻ എടുത്ത് കഴിക്കും. നെക്സ്റ്റ് ഇതിൽ വേണ്ട ഒരു 4-5 ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ. കുറേയൊക്കെ തീർന്നു. അച്ഛനും അപ്പം കൂടെ കഴിച്ചിട്ട് ഇത് കഴിക്കാം. ഉള്ളിൽ എന്തോ ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. എന്താ സംഭവം അറിയില്ല. കഴിച്ചോടാം. ഇതിപ്പോൾ കഴിച്ചതുകൊണ്ട് കാലിൽ എനിക്ക് ചിലപ്പോൾ ഇനിയും വിശക്കും. അതെന്താ പ്രശ്നം എന്ന് വെച്ചാലേ, ശരിക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ ഷുഗറിൻ്റെ എന്തോ കുറവ് എവിടെയോ എന്തോ കറക്റ്റ് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ഇതുപോലെ എനിക്ക് +2 പഠിക്കുമ്പോൾ ഈ സംഭവം തുടങ്ങിയതാണ്. എപ്പോൾ നോക്കിയാലും വിശപ്പ്. വീട്ടുകാരും അടുത്തിട്ട് ഡോക്ടറെ കാണിച്ചതാണ് തീറ്റ കണ്ടിട്ട്. അപ്പോഴാണ് പറഞ്ഞേ എന്തോ ഷുഗറിൻ്റെ എന്തോ കേസാണ്. അതുകൊണ്ട് ഷുഗറല്ല, പക്ഷേ അതിൻ്റെ എന്തോ ഒരു അളവ് കുറവ് അങ്ങനെ എന്തോന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞിങ്ങനെ നട്ട്സൊക്കെ കഴിച്ചാൽ മതി ഇടയ്ക്ക്, അപ്പോൾ വിശപ്പ് അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എത്ര കഴിച്ചാലും പിന്നെ വിശക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ എനിക്ക് മരുന്ന് കഴിച്ചാൽ അങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് കുറച്ച് മുമ്പ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് 1-2 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ വിശപ്പ് വന്നു തുടങ്ങിയിട്ട്. എന്താ അവസ്ഥ എന്നറിയില്ല. വീട്ടുകാർ കിടക്കുമ്പോൾ കൊണ്ട് കാണിച്ചോളൂ വെറുതെ കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരുന്ന് TV ഒക്കെ കണ്ടിരുന്നിട്ട് അപ്പോഴേക്കും വൈകുന്നേരമായപ്പോൾ ഞാൻ പോയി എക്സസൈസ് ചെയ്ത്. ഞാൻ ഡെയിലി ചെയ്യാറുണ്ട് കേട്ടോ എക്സസൈസ്. ഇന്ന് അധികം നേരം ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് കാലുവേദനയൊക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ടെന്ന് കാണിക്കുന്നത് വെച്ചാൽ അമ്മ 2ാമത്തെ ട്രിപ്പ് ഞാൻ വന്നതും അമ്മ ഫുഡ് കഴിക്കുന്ന കേട്ടോ കണ്ടപ്പോൾ അത് കാണിച്ചതാട്ടോ ഇങ്ങനെ വെറുതെ. പിന്നെ ഞാൻ ഡെയിലി ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങും കേട്ടോ. എന്നിട്ട് രാത്രി എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. എനിക്ക് അമ്മനോട് എപ്പോഴും പറയും അങ്ങനെ ആ സമയത്ത് കിടന്നുറങ്ങില്ലേ എന്ന്. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, ഉറങ്ങില്ല പറഞ്ഞിട്ട് കിടന്നാലും ജസ്റ്റ് 5 മിനിറ്റ് കിടന്നാലും അങ്ങനെ ഉറങ്ങിപ്പോവും. പിന്നെ ഇന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു. കാല് കടച്ചിൽ ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. പോലെ തന്നെ ബാക്ക് പെയിനും ഉണ്ടായിരുന്നു. അങ്ങനെ വയ്യാതിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഇരുട്ടത്താട്ട റൂമിനകത്താണ് ഇരിക്കുന്നത്. ലൈറ്റൊന്നും ഉണ്ടാതിരുന്നു കേട്ടോ. എനിക്ക് വയ്യായിരുന്നു, ഒന്നിനും വയ്യായിരുന്നു. കിടന്നാൽ മതി എന്ന് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ കിടന്നു കേട്ടോ. എന്നിട്ട് ഞാനൊരു 8:30 ആകുമ്പോൾ എണീറ്റു കേട്ടോ. സാധാരണ ഞാൻ 7-7:30 അല്ലെങ്കിൽ 8-8:30 ഈ സമയത്ത് തന്നെ എണീക്കാറ് കേട്ടോ. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഇന്ന് 8:30 എണീറ്റത്. അപ്പോഴേക്ക് 8-8:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഫേവറേറ്റ് കാർട്ടൂൺ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡെയിലി കാണും കേട്ടോ. അത് 8-9. അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കഴിച്ചത്. ഇത് മേടിച്ചതിലാണ് തീരെ ഉപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10-10:30 ആകുമ്പോഴേക്കും ഇവിടെ എല്ലാവരും കയറി കിടക്കും കേട്ടോ. അമ്മ അച്ഛനൊക്കെ കിടന്നുറങ്ങും. ഞാനപ്പോൾ ഇത് ഡോറൊക്കെ ഞാനൊരു ലാസ്റ്റ് ചെക്ക് ചെയ്യാം, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്. ഹേ ഗായ്സ്, അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞ് വന്നു കേട്ടോ. ഞാൻ ഈ ഡ്രസ്സൊന്നും ഫുള്ള് കാണിക്കുന്നില്ല. ഇത് നമ്മുടെ ഒരു ഡ്രസ്സാണ്. ഞാൻ ഇതില്ലേ നൈറ്റി തള്ളവൈബം അത് ഇട്ടിട്ടാണ് ഞാൻ രാത്രി കിടക്കല്. കാര്യം ഇതിട്ടാൽ പിന്നെ വേറെ ഒന്നും അറിയണ്ടല്ലോ, നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. എനിക്കിങ്ങനെ ഉറങ്ങുമ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് കിടന്നുറങ്ങണം, അല്ലെങ്കിൽ എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാത്രി കുളിക്കണം. പിന്നെ വേറെ വിഷയം വെച്ചാൽ ഇതിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ മുടിയൊക്കെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ മുടി കെട്ടി വയ്ക്കുക. കാര്യം എനിക്ക് ഇതില്ലേ ബണ്ണില്ലേ, ഹെയർ ബണ്ണ്, അതില്ല. അത് മുടി കെട്ടാൻ പറ്റില്ല. കാര്യം ഇത്രയല്ലേ മുടിയുള്ളൂ, അങ്ങനെ കെട്ടാൻ പറ്റില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഴിഞ്ഞ് വരുമല്ലോ. അങ്ങനെയാണ് ഞാൻ രാത്രി കിടക്കുമ്പോൾ കെട്ടി വയ്ക്കാറ് കേട്ടോ. പിന്നെ എന്താ പറയുക, ചിലപ്പോൾ എനിക്ക് രാത്രി വിശക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ മര്യാദയ്ക്ക്. അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചു, ഒരു ദോശയുടെ പകുതി ഉണ്ടായിരുന്നുള്ളൂ, അതാ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചോറായിട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ എനിക്ക് ചിലപ്പോൾ വിശക്കും. കാര്യം ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് കുറേ നേരം കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ കിടക്കലൊക്കെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്താ പറയുക വിശക്കും. കാര്യം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇതുപോലെ ഒന്നും കഴിക്കാത്ത ദിവസമായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ള ദിവസമാണെങ്കിൽ കൂടി എനിക്ക് രാത്രി ചിലപ്പോൾ വിശക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ ഉച്ചയ്ക്ക് എന്താ കാരണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വിശക്കുമ്പോൾ എനിക്ക് മര്യാദയ്ക്ക് എഡിറ്റിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, ഉറക്കം വരില്ല. അങ്ങനത്തെ അവസ്ഥയ്ക്ക് വരുമ്പോൾ ഫുഡ് കഴിക്കാറുണ്ട് എടുത്തിട്ട്. അപ്പോൾ അതുപോലെ ഇന്ന് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ അതാണ് പറഞ്ഞു തന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച്. ഇനി എഡിറ്റ് ചെയ്യണം, കിടക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.